വർഷത്തെ തുല്യതാ പരീക്ഷ എഴുതുന്ന +1 തുല്യതാ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. മൂന്നാമത്തെ ചാപ്റ്റർ ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിൽ തെരഞ്ഞെടുപ്പ് രീതികളെക്കുറിച്ചും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രീതികളെക്കുറിച്ചും പ്രാതിനിധ്യ രീതികളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം, കേവല ഭൂരിപക്ഷ സമ്പ്രദായം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആനുപാതിക പ്രാതിനിധ്യം, നമ്മുടെ ലോക്സഭ അതുപോലെ തന്നെ നിയമസഭ, പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം വഴിയും അതുപോലെ തന്നെ രാജ്യസഭയിലേക്കും അതുപോലെ തന്നെ പ്രസിഡൻറ്റുമാരൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആനുപാതിക പ്രാതിനിധ്യം വഴിയൊക്കെയാണ്. ഇതൊക്കെയാണ് നമ്മളിതിൽ പഠിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ കേവല ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിച്ചു എന്നൊക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ വെച്ചല്ല, തുല്യതാ കോഴ്സിൻ്റെ മെറ്റീരിയൽ വെച്ചല്ല നമ്മൾ പഠിക്കുന്നത്, നമ്മൾ നോട്ട്സ് വെച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് നോട്ട്സിലേക്ക് പോകാം. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ലാസ്റ്റ് ടൈം റിവിഷനാണ്. ഈ പാഠത്തിൽ ഓരോ പാഠത്തിലും വരുന്ന ചോദ്യങ്ങളും എങ്ങനെ ആൻസർ ചെയ്യേണ്ടു എന്നുള്ള അവസാന വട്ട ഒരുക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ക്ലാസ്സാണ്. മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ, തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യം എന്നുള്ള പാഠത്തു നിന്നാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ലോക്സഭ, നിയമസഭ തെരഞ്ഞെടുപ്പുകൾ ഏത് വ്യവസ്ഥ പ്രകാരമാണ്? FTTP, ഓക്കെ, അഥവാ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, അതെന്താണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഏത് വ്യവസ്ഥ പ്രകാരമാണ്? ആനുപാതിക പ്രാതിനിധ്യം, അതായത് പ്രൊപ്പറേഷണൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ളത്. ദെൻ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? നമ്മുടെ MLAമാർ കൂടിയിട്ടാണ് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് അറിയേണ്ട 543 ആൾക്കാരാണ് ലോക്സഭയിലുള്ളത്. ദെൻ 250 ആൾക്കാരാണ് രാജ്യസഭയിൽ ഉണ്ടാകുന്നത് എന്നുള്ള കണക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ സീറ്റുകൾ നിങ്ങൾക്കറിയാമോ? 20 ലോക്സഭാ സീറ്റാണ് കേരളത്തിൽ നിന്നുള്ളത്. 9 രാജ്യസഭാ സീറ്റാണ്, അല്ലെങ്കിൽ 20 MP മാരാണ് ലോക്സഭയിലേക്കുള്ളത്, MPs ഫോർ ലോക്സഭ. ദെൻ 9 MP മാരാണ് രാജ്യസഭയിലേക്കുള്ളത്. ദെൻ നമ്മുടെ അസംബ്ലി മണ്ഡലങ്ങളും കൂടി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എങ്കിലും ഒന്നും കൂടി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. 140 നിയമസഭാ മണ്ഡലങ്ങൾ, അതായത് 140 MLAമാരാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, ദെൻ 4ാമത്തെ ചോദ്യം വോട്ടിംഗ് പ്രായം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൽ നിന്ന് പല ചോദ്യങ്ങളായിട്ട് വരും. അതായത് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കി മാറ്റിയ വർഷം 1989 വർഷം ചോദിക്കും. അത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണെന്ന് ചോദിക്കും. ഓക്കെ, ഇനി 61ാം ഭേദഗതി എന്താണെന്ന് ചോദിക്കും. 61ാം ഭേദഗതി വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കി മാറ്റിയ വർഷം എന്നുള്ളത്. ദെൻ അടുത്ത ചോദ്യം മണ്ഡലങ്ങളെ, ഓക്കെ, നമ്മൾ ലോക്സഭ, രാജ്യസഭാ മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഈ മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്, അഥവാ അതിർത്തി നിർണയ കമ്മീഷനാണ് എന്നുള്ളതാണ്. ഓക്കെ, മണ്ഡലങ്ങളുടെ അതിർത്തികൾ നിർണ്ണയിക്കുന്ന കമ്മീഷൻ്റെ പേര് അതിർത്തി നിർണയ കമ്മീഷൻ, ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് FTTP സിസ്റ്റം? ഓക്കെ, വാട്ട് ഈസ് പ്രൊപ്പറേഷണൽ റെപ്രസെൻറ്റേഷൻ? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ അനേകം നിയോജക മണ്ഡലങ്ങളായിട്ട് വിഭജിക്കും. എന്നിട്ട് ഓരോ നിയോജക മണ്ഡലവും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കും, ഒരു MLAയോ ഒരു MPയെയോ തിരഞ്ഞെടുക്കും എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്, അതുപോലെ തന്നെ 140 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഓരോ MP മാരും ഓരോ നിയമസഭാ മണ്ഡലത്തിലാണെങ്കിൽ ഒരു MLA ഉണ്ടാകും, ഓരോ മണ്ഡലത്തിനും ഓരോ MLA ഉണ്ടാകും. ഓക്കെ, ദെൻ ഓരോ MP ഉണ്ടാവും. ഓക്കെ, സമ്മതിദായകർ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥികൾക്കാണ്. മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ചെയ്യുന്നത്. ഒരു കക്ഷിക്ക് അതിന് കിട്ടിയ വോട്ടിൻ്റെ വിഹിതത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നിയമനിർമ്മാണ സഭയിൽ ലഭിച്ചെന്ന് വരാം. ഉദാഹരണത്തിന് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35% വോട്ട്, ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ 35% വോട്ട് മാത്രമാണ് NDAക്ക് ലഭിച്ചിട്ടുള്ളത്, അഥവാ BJPക്കും കൂട്ടുകക്ഷികൾക്കും ലഭിച്ചിട്ടുള്ളത്. പക്ഷേ 65% ആൾക്കാരുടെ വോട്ട് ലഭിച്ചിട്ടില്ല അവർക്ക്, എങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുടെ ഒരു പോരായ്മയാണ്, നമ്മൾ പഠിക്കും അത്. ഓക്കെ, അപ്പോൾ
ഒരു കക്ഷിക്ക് മനസ്സിലാക്കുക, ഒരു കക്ഷിക്ക് അതിന് കിട്ടിയ വോട്ടിൻ്റെ വിഹിതത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നിയമനിർമ്മാണ സഭയിൽ ലഭിച്ചു എന്ന് വരാമെന്നുള്ളതാണ്. ദെൻ അടുത്തത്, തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷ വോട്ടുകൾ 50+1 എന്ന് കിട്ടിക്കോണമെന്നില്ല. സാധാരണ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 ആൾക്കാർ വോട്ട് ഉണ്ടെങ്കിൽ, 100 ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സാധാരണ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 50+1 51 വോട്ട് കിട്ടിയാലാണ്. പക്ഷേ ഇതേ സമയത്ത് ഒരു 4 പേര് മത്സരിക്കുന്നുണ്ട് എന്നെങ്കിൽ, ഇപ്പോൾ ഈ 100 പേരുള്ളതിൽ 80 ആൾക്കാർ വോട്ട് ചെയ്തു, 80% വോട്ട് ചെയ്തു. അതിൽ 20 വോട്ട് ഒരാൾക്കും, 15 വോട്ട് ഒരാൾക്കും, 30 വോട്ട് ഒരാൾക്കും, അതുപോലെ തന്നെ 15 വോട്ട് 4 ആൾ മത്സരിച്ചു. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ 80 ആൾക്കാരാണ് വോട്ട് ചെയ്തത്. അതിൽ 20, 15, 15, 30 ഇങ്ങനെയാണ് വോട്ട് ലഭിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥികൾക്ക്. അപ്പോൾ ഇതിൽ 30 വോട്ട് കിട്ടിയാൽ, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ വിജയിക്കുന്ന രീതിയാണ്. അല്ലാതെ 51 വോട്ട് കിട്ടണം എന്നില്ല വിജയിക്കണമെങ്കിൽ. ഇതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് എവിടേക്കാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളത് കൊണ്ട് നോക്കാം. UK, ഇന്ത്യ എന്നിവിടങ്ങളിലാണ്. UK, ഇന്ത്യ എന്നിവിടങ്ങളിലാണ് ഈ വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. ദെൻ രണ്ടാമത്, ആനുപാതിക പ്രാതിനിധ്യം, പ്രൊഫഷണൽ റെപ്രസെൻറ്റേഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് രാജ്യത്തെ മുഴുവൻ ഏകമണ്ഡലങ്ങളാണ്. FTTP എന്ന് പറഞ്ഞാൽ അനേകം മണ്ഡലങ്ങളാണ്, ഇവ ഏകമണ്ഡലങ്ങളായിട്ട് കണക്കാക്കുന്നു. ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം. ഈ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം. ഇവിടെ മൂന്നാമത്തത്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റ്. സമ്മതിദായകർ വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ കക്ഷിക്കാണ് വോട്ട് ചെയ്യുന്നത്. ഓരോ കക്ഷിക്കും അതിന് കിട്ടിയ വോട്ടിൻ്റെ ശതമാനം, ഇപ്പോൾ 40% വോട്ട് കിട്ടിയെങ്കിൽ 40%, നിയമനിർമ്മാണ സഭയിൽ 40% സീറ്റ് മാത്രമേ ആ കക്ഷിക്ക് കിട്ടുള്ളൂ. വോട്ട് കിട്ടിയ ശതമാനത്തിനനുസരിച്ച് ആനുപാതികമായിട്ട് നിർമ്മാണ സഭയിൽ അവർക്ക് സീറ്റ് ലഭിക്കുന്ന രീതിയാണ്. ഇനി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഭൂരിപക്ഷ വോട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇത് എവിടേക്കാണ് നടപ്പിലായിട്ടുള്ളത്? പ്രൊഫഷണൽ, ഇത് സാധാരണ ചോദ്യം വരുന്നതാണ്. പ്രൊഫഷണൽ റെപ്രസെൻറ്റേഷൻ രീതി എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇസ്രായേൽ, നെതർലാൻഡ് എന്നിവിടങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ ചോദിക്കും. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരങ്ങളും ചുമതലകളും? അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയ്ക്ക് ചില പോരായ്മകളുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ, എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് നമുക്ക് വരുത്തേണ്ടത്? കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് നടത്തുന്നത്? ഈ 2 ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളായിട്ട് പറയുന്നത്, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ നിന്ന് ആനുപാതിക സമ്പ്രദായത്തിലേക്ക് മാറണം. അതുപോലെ തന്നെ പാർലമെൻറ്റിലും അസംബ്ലിയിലും സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തണം. പണത്തിൻ്റെ സ്വാധീനം കുറക്കണം. അതുപോലെ തന്നെ കുറ്റവാളികളെ സ്ഥാനാർത്ഥികളാക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പുകളിൽ ജാതി മത സ്വാധീനം ഒഴിവാക്കണം. രാഷ്ട്രീയ കക്ഷികളെ നിയന്ത്രിക്കണം. ജനങ്ങൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകണം. തെരഞ്ഞെടുപ്പ് ചെലവുകൾ സർക്കാർ പ്രത്യേക ഫണ്ടിൽ നിന്നും നൽകണം. ഇത്തരത്തിലുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ളത്. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ കമ്മീഷൻ്റെ ചുമതലകൾ, എന്തൊക്കെ അധികാരങ്ങളും ചുമതലകളും ഉണ്ട് എന്നുള്ളത്. നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവമായിട്ടുള്ള അതുപോലെ തന്നെ നിഷ്പക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ 1950 സ്ഥാപിതമായിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 324 വകുപ്പ് പ്രകാരമാണ് നമ്മളൊരു ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇവരുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ജോലി എന്നുള്ളത്. ഇതൊരു സ്വതന്ത്ര സ്ഥാപനമാണ്. ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളാണ് നമുക്ക് നോക്കേണ്ടത്. ലോക്സഭ, രാജ്യസഭ, നിയമസഭ എന്നിവയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക. അതുപോലെ തന്നെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരെ തിരഞ്ഞെടുക്കുക. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്. തെരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുക, അതുപോലെ തന്നെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുക, തെരഞ്ഞെടുപ്പ് തീയതികൾ നിശ്ചയിക്കുക, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശം സമർപ്പിക്കൽ, ഫലപ്രഖ്യാപനം എന്നിവ തീയതികൾ, ഇതൊക്കെ ഡ്യൂട്ടി ഓഫ് ഇലക്ഷൻ കമ്മീഷനാണ് എന്നുള്ളത്. നമ്മൾ ഒരു കാര്യം കൂടി ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ത്രിതല പഞ്ചായത്ത്, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്ക്, അതായത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ തന്നെ സാധാ വില്ലേജ് ഗ്രാമപഞ്ചായത്ത്, ഈ ഇതിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എന്ന്
മനസ്സിലാക്കുക. അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്ക് ഡിസ്ട്രിക്റ്റ്, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക, പേഴ്സണലായിട്ടും ചോദിക്കാവുന്നതാണ്. നമ്പർ 9562654789. താങ്ക് യു.